ഇത് ബ്ലാക്ക് മറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബൊഗൻവില്ലയാണ്. ഇതില് പൂക്കളുണ്ട്. ഇപ്പൊ ഇതില് പൂക്കൾ കൊഴിഞ്ഞിരിക്കുന്നു. പക്ഷെ പൂക്കളേക്കാൾ മനോഹരമാണ് ഇതിന്റെ ഇലകൾ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന റൂബി റെഡ് എന്ന് പറയുന്ന ഹൈബ്രിഡ് ആണ്. നിറച്ച് പൂണ്ടാവും, നല്ല ഭംഗിയെടുത്ത് കാണിക്കും ഏത് സ്ഥലത്ത് ചെടി കൊണ്ടുവച്ചാൽ. ഇതാണ് ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന ബോഗൻവില്ല. അത് ഫ്ലെയിം പോലെ തന്നെയാണ്, ഇങ്ങനെ എന്താ പറയുക, കത്തി ജ്വലിക്കുന്ന ഒരു കളറാണ് അതിലുള്ളത്. വളരെ മനോഹരമാണ് ഈ ചെടി. ഇത് സുവർണ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെയും പൂക്കളുകൾ പൊഴിഞ്ഞു പോയിരിക്കുന്നു. നല്ല നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. പിന്നെ ഈ ചെടികളൊക്കെ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന, ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ പലതിലും പൂക്കൾ വന്നു, പലതിലും പൂക്കൾ വന്നിട്ടില്ല. ആ കൂട്ടത്തിൽ ഇപ്പം ഇത് ബട്ടർ കപ്പ് എന്ന് പറയുന്ന ചെടിയാണ്. ഇത് ബ്ലാക്ക് മറിയ, അതൊക്കെ ഗ്രാഫ്റ്റ് ആട്ടോ. ഇത് ഹവായ് വൈറ്റും ഹവായ് വയലറ്റും കൂടി 2 ചെടികൾ ഒരു ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് മഹാറാണി. ആ പൂക്കള് വ്യത്യസ്ത കളറിലാണ് വിടരുക. അതാണ് ഇതിന്റെ പ്രത്യേകത. 2-3 കളറുകൾ ഉണ്ടാവും. ഇത് ചില്ലി ഐറ്റംസ് മാത്രം. ചില്ലി യെല്ലോ, ചില്ലി റെഡ്, പിന്നെ ചില്ലി ഐസ്ക്രീം, ചില്ലി ഓറഞ്ച്, ഇതൊക്കെ ഒറ്റ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഇതാണ് ഈ കാണുന്നത്. ഇത് അർജുന എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് റെഡ് സെപ്റ്റംബർ ആണ്, ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അടർണ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിൽ പൂക്കൾ വന്നിട്ടില്ല, ആവുന്നേ ഉള്ളൂ. പിന്നെ വളരെ മനോഹരമാണ്. വ്യത്യസ്ത കളറുകളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് അടർണ. വളരെ പ്രസിദ്ധമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അടർണ. ഇതാണ് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയും. ഇതിന്റെ കളറുകൾ എങ്ങനെയൊക്കെ മാറും, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ. ഇന്നൊരു കളറാണെങ്കിൽ നാളെ മറ്റൊന്ന്, അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കളർ ചേഞ്ച് വരുന്ന ഒരു ചെടിയാണ് ഈ ഗോൾഡൻ സൺഷൈൻ. ആദ്യം ഇത് വൈറ്റ് കളറിലാണ് വരിക. പിന്നീട് അതങ്ങനെ മാറി മാറി റോസാവും യെല്ലോ ആവും. അങ്ങനെ ഒരു എന്താ പറയുക, വളരെ ഒരു അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കളർ ചേഞ്ചുകൾ വരുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ സൺഷൈൻ. ഇതാണ് വയലറ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന ബൊഗൻവില്ല. ഈ ചെടി ഫാത്തിമ യെല്ലോ എന്ന് പറയും. അതേപോലെ തന്നെ ഫാത്തിമ പിങ്കും ഉണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ അപ്പുറത്തുണ്ട്. നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ച ബട്ടർ കപ്പ് എന്ന് പറയുന്ന ചെടിയാണ് ഇത്. അതിൽ ഈ ബട്ടർ നിറച്ച കപ്പ് പോലെ അതിൻ്റെ ആ അരികിൽ ഒരു വെള്ള കളർ ഉണ്ടാവും, ഡിസൈൻ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് SSB വൈറ്റ് എന്ന് പറയും. SSB പർപ്പിളും ഉണ്ട്. ഇത് വൈറ്റാണ്. ഇത് വൈറ്റ് പാന്തർ എന്ന് പറയുന്ന ചെടിയാണ്. അതുപോലെ തന്നെ പിങ്ക് പാന്തറും ഉണ്ട്. പൂക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഈ സീസൺ അവസാനിക്കുന്ന ഒരു സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നതുകൊണ്ട് പലതും കൃത്യമായിട്ട് കാണിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇതല്ലാതെ വേറെ ഉണ്ട്. മാത്രമല്ല ഇത് വിൽപ്പനയ്ക്ക് പരുവപ്പെടുത്തിയിട്ടുള്ള ഒട്ടേറെ തൈകളും ഉണ്ട്. അത് ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഈ സീസൺ അവസാനിക്കുന്ന ഈ സമയമായതുകൊണ്ട്
ഈ വേണ്ടത്ര പൂക്കളില്ലാത്തൊരു സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് എന്ന് മാത്രം.